റോഡിനെ കുറിച്ച് റോഡ് വളരെ കണ്ടീഷൻ ആയിട്ടുണ്ട്. ലത്തീഫ് ക, ഇസ്മായിൽ ക, ബാവക്ക എല്ലാവരും നമ്മളോടൊപ്പം സജീവമായിട്ടുണ്ട്. ഈ റോഡിന്റെ വികസനത്തിനെ പറ്റി റോഡിനെ കുറിച്ച് രണ്ടു വാക്ക് നമുക്ക് ബാവക്കാനോട് ചോദിച്ചു നോക്കാം. റോഡിന്റെ അഭിപ്രായത്തെ കുറിച്ച് നമ്മളുടെ ഇതിന്റെ ഒരു ഈ റോഡ് നമ്മളിപ്പോ ഇങ്ങനെയൊക്കെ വൃത്തിയാക്കി എടുത്തല്ലോ, എന്താണ് നമ്മളെ ഉദ്ദേശം എന്നൊന്ന് പറഞ്ഞു കൊടുക്കോ? ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ 1973 കാണാം. ഇതൊരു ഇടവഴിയായിരുന്നു. ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള ഒരു പ്രക്ഷോഭം കൊണ്ട് ഇത് ഇത്രയും വീതിയാക്കി. എന്നിട്ട് ഇതിലെ ജനങ്ങൾ ഒരുപാട് പാസ് ചെയ്യുന്ന ഒരു ഏരിയയാണിത്. 13-ാം വാർഡ്, 12-ാം വാർഡ്, ഈ വാർഡിലെ ജനങ്ങൾ ഒരുപാട് പാസ് ചെയ്യുന്ന ജനം തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ്. നമ്മൾ കാണേണ്ട കാര്യമാണ്. പള്ളിക്കുന്ന് പള്ളി ഉത്സവം നടക്കുമ്പോ ഒരു വൺ വേ റോഡായിട്ട് സർക്കാർ കാണുന്ന റോഡാണിത്. ഇതിന്റെ ഒരു വികസനം എന്ന് പറയുന്നത് ജനസപ്പോർട്ടും ജനപിന്തുണയാണ്. ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ വർഷം അല്ലേ, കഴിഞ്ഞ വർഷം ഇതിൽ ഒരുപാട് മൂർഖം പാമ്പുകളെ നമ്മൾ ഒരു 8 പാമ്പിനെ നമ്മൾ പിടിച്ചു, ഫോറസ്റ്റ് വിട്ടു. പാമ്പുകൾ ഒരുപാട് ശല്യമുള്ള സ്ഥലമാണ്. കുട്ടികള്, മുതിർന്നവര്, ഇവരൊക്കെ പാസ് ചെയ്യുന്ന ഒരു മെയിൻ റോഡാണിത്. ഈ റോഡ് ഈ വീതി പോരാ. 2 വണ്ടി പാസ് ചെയ്യേണ്ട ഈ വീതി പോരാ. അത് നമ്മൾ വേണ്ടപ്പെട്ട അധികാരികൾ സംസാരിച്ചിട്ട് ഈ വീതി കൂട്ടാന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിലേക്കുള്ള ഓക്കെ താങ്കളുടെ വിലയേറിയ അഭിപ്രായം ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദം എന്ന് വിചാരിക്കുന്നു. താങ്കളുടെ നിർദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ കുറിച്ച് മതി പറഞ്ഞേ. ഇസ്മായിൽ ഖാനോട് ചോദിക്കാം നമുക്ക്. കുറെ ഇത് പണിയെടുക്കുന്നില്ല, വെറും ഇത് മാത്രമല്ല. നിങ്ങൾ ഈ വീഡിയോ പിടിച്ചു നടക്കാതെ പണിയെടുക്കണല്ലേ. ലത്തീഫ് ഖാനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അഭിപ്രായം തന്നെ. നമ്മളുടെ കിച്ചാനോട് ചോദിച്ചോക്കാം റോഡിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ. ഇത്രയും വൃത്തിയായ ഒരു റോഡ് ഇപ്പൊ കമ്പളക്കാട് ഏരിയയിൽ തന്നെ ഇല്ലാത്ത ഈ റോഡിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ. എന്താണ് ഹൈവേ ആക്കാൻ? എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ടോള് വിരിക്കാമെന്നാണ്, പുല്ല് എത്തിയത് കൊണ്ട്. ആരിസ് ഖാനോട് ചോദിച്ചോക്കാം നമുക്ക് 2 വാക്ക് ഇതിനെ കുറിച്ച്. ആരിസ് ഖാ, ഒന്ന് വിലയിരുത്തി തരാൻ പറ്റുമോ? ഈ റോഡിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ പറ്റുമോ? ഇതിലെല്ലാരും അഭിമുഖമുണ്ട്, നമുക്ക് ഗ്രൂപ്പിലിടാനുള്ള. നമ്മുടെ ഈ സിനിമാക്കുന്ന് റോഡ് എന്ന് പറയുന്നത് ഏകദേശം 100 കണക്കിന് വീടുകൾ താഴ്ഭാഗത്തേക്ക് ഇപ്പൊ പുതുതായി, പിന്നെ ആദ്യത്തും പഴയതും പുതിയതൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് എല്ലാ വീട്ടിലും വാഹനങ്ങളും ഉണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന പ്രധാനപ്പെട്ട റോഡാണ്. മറ്റൊന്ന് പള്ളിക്കുന്ന് ചുണ്ടക്കര റോഡിലൊക്കെ ആയിട്ട് ഒരു ലിങ്ക് ചെയ്യുന്ന റോഡും കൂടിയാണ് നമ്മൾ ഈ സിനിമാക്കുന്ന് റോഡ്. അപ്പൊ ഇതിന്റെ നേരത്തെ മുമ്പുണ്ടായിരുന്ന ഒരു സ്ഥിതി, റോഡിന്റെ ഇരുവശങ്ങളിലേക്കും കാട് മൂടിയിട്ട് വലിയൊരു പ്രതിസന്ധി, കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് നടന്നു പോകുന്നതും യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ. അപ്പൊ ഇന്നിപ്പോ നോക്കുമ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഈ കുന്നിലെ പ്രവർത്തകരെല്ലാവരും ഒരുമിച്ച് നിന്നപ്പോൾ വലിയൊരു മുന്നേറ്റം നടത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ കാട് വെട്ടുകയും റോഡ് വൃത്തിയാക്കി ചെയ്തപ്പോൾ എല്ലാവർക്കും, പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും ഈ കുന്നിലെ മുഴുവൻ ആളുകൾക്കും നല്ലൊരു ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് റോഡായി മാറിയിട്ടുണ്ട്. തുടർന്നുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിലേക്ക് എല്ലാവരും നല്ല പിന്തുണയും സഹകരണം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പൊന്നു വിളയിക്കുന്ന ഒരു കുന്നായിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, താങ്ക് യു ആരിസ് ഖാ. വിലയേറെ അഭിപ്രായത്തിന് താങ്ക് യു, വളരെ നന്ദിയുണ്ട്.